അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി ബിറിളല്ലാഹി മാ ബഅദു. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലഗ മഖാസിദനാ വഗ്ഫിർ ലനാ മാ മദാ യാ വാസിഅൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാവട്ടെ. നല്ലത് പറയാനും ജീവിതത്തിൽ പകർത്താനും നമുക്കേവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള ബന്ധമാണ് നമുക്ക് ആഖിറത്തിൽ വിജയിക്കാനുള്ള വഴി, സ്വർഗത്തിൽ എത്താനുള്ള ഒരു വഴി. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലും അവിടുത്തെ ഇഷ്ടം വെക്കലും അവിടുത്തേക്ക് വേണ്ടി അവിടുത്തെ ദീനിന് ഖിദ്മത്ത് ചെയ്യലും അവിടുത്തെ മദ്ഹ് പാടലും പറയലും പുകഴ്ത്തലുമെല്ലാമാണ്. ഖദംതുഹു ബിമദീഹിൻ അസ്തഖീലു ബിഹി ദുനൂബ ഉംരി മളാ ഫി ശിഅരി വൽ ഖിദമി എന്ന് ഇമാം ബൂസീരി റഹിമഹുല്ല പറയുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ പാപങ്ങൾ പൊറുപ്പിക്കാനും വരാനിരിക്കുന്ന കാലത്തെ ശുദ്ധിയാക്കാനും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അഥവാ നന്നാവാൻ പൂതിയുണ്ടെങ്കിൽ ഉടനെ ചെന്നെത്തേണ്ടത് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാതിലിലേക്കാണ്. വലൗ അന്നഹും യുളലമു അൻഫുസഹും ജാഊക, തെറ്റു ചെയ്ത ആൾക്കാർ തങ്ങളുടെ റൗളയുടെ അടുത്തേക്ക് തങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ ആവലാതി ബോധിപ്പിച്ച് അവരുടെ പരാതി തങ്ങൾ സ്വീകരിച്ച് തങ്ങൾ എന്നോട് വിഷയം പറഞ്ഞാൽ അവരുടെ പാപങ്ങളെല്ലാം ഞാൻ പുറത്തു കൊടുക്കും എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നന്നാവാൻ, കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കിട്ടാൻ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വസീലയാക്കി അള്ളാഹുവിലേക്ക് ചെന്നെത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. തങ്ങളോടുള്ള സ്നേഹം അത് വലിയ ഒരു തൗഫീഖാണ്. അത് ഒരാൾക്ക് അധ്വാനിച്ചിട്ട് കിട്ടുന്നതാണോ അല്ല പ്രകൃതിയാ ലഭിക്കുന്നതാണോ? അള്ളാഹു തരേണ്ട ഒരു തൗഫീഖാണ് മഹബ്ബത്തുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലർക്ക് എല്ലാ സമയത്തും അതുണ്ടാവും, ഏത് ഘട്ടത്തിലും അതുണ്ടാവും. അവരുടെ ഒരു സെക്കൻഡ് പോലും അവരുടെ ഹൃദയത്തിൽ നിന്നും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലാതാവില്ല, മാഞ്ഞു പോകില്ല. അതുകൊണ്ടാണ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ നിന്ന് ഒരു സെക്കൻഡ് അള്ളാഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ മനസ്സിൽ നിന്ന് ആ ചിന്ത നഷ്ടപ്പെട്ടാൽ ഞാനൊരിക്കലും മുസ്ലിം അല്ല എന്നാണ് ഞാൻ വിലയിരുത്തുക. സുബ്ഹാന റബ്ബി, ആലോചിച്ചു നോക്കിയേ, അവരുടെയൊക്കെ അടുപ്പവും അവരുടെയൊക്കെ മഹബത്തും. എന്നാൽ ചിലർക്ക് അങ്ങനെ ഉണ്ടാവില്ല. അടിസ്ഥാനപരമായ മഹബത്ത് ഉണ്ടാകും, പക്ഷെ എല്ലാ സമയത്തും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർമ്മയിൽ വരണമെന്നില്ല. ചില വഅദ് കേൾക്കുമ്പോൾ, പ്രഭാഷണം ശ്രവിക്കുമ്പോൾ, കിതാബ് വായിക്കുമ്പോൾ, സ്വലാത്ത് ചൊല്ലുമ്പോൾ, അങ്ങനെ ചില സ്പാർക്കുകൾ, ചില വെളിച്ചങ്ങൾ, ചില തീപ്പൊരികൾ അവരുടെ ഹൃദയത്തിൽ പെട്ടെന്ന് വരും, കണ്ണീരൊഴുക്കും. പിന്നെ രാവിലെ സാധാരണ ജീവിതം, സാധാരണ രീതിയിലുള്ള കുടുംബജീവിതം, ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. എന്നാൽ ഈ മഹബത്ത് തെറ്റ് ചെയ്യലോടുകൂടി മഹബത്ത് ഇല്ലാതാവുമോ? ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് വലിയ ഒരു തൗഫീഖാണ്. അതിൻ്റെ അളവ് വ്യത്യാസമുണ്ട്. വളരെ കുറഞ്ഞ രീതിയിൽ ഉള്ളവരുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഹൃദയം മുഴുവനും മഹബത്ത് കൊണ്ട് തരുന്ന മഹാന്മാരുണ്ട്. ഏത് നിമിഷത്തിലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മയിലുള്ള സൂഫിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്. എനിക്ക് നല്ല മഹബത്തുണ്ട് എന്ന് വിചാരിക്കുന്നയാൾ കുറച്ചങ്ങ് അങ്ങനെ ജീവിച്ചു പോകുമ്പോഴാണ് ഇത്രക്കാലം ഞാൻ അനുഭവിച്ച മഹബത്ത് യഥാർത്ഥത്തിൽ വർദ്ധിക്കാനുള്ളതാണ്, ഇത്രകാലം അനുഭവിച്ചത് കുറഞ്ഞ അളവിലുള്ളതാണ് എന്ന് തിരിച്ചറിയും. അതാണ് മഹബത്തിൻ്റെ വിഷയത്തിലുള്ള നിലപാട്. കൂടുതൽ കൂടുതൽ മഹബത്ത് ഉണ്ടാക്കാൻ നമ്മൾ വഴികൾ തേടേണ്ടതുണ്ട്. തെറ്റുകൾ ഒരാൾ ചെയ്യുമ്പോൾ
മഹബത്ത്, അസുലിയായ മഹബത്ത് നഷ്ടപ്പെടില്ലെങ്കിലും അതിൻ്റെ കമാൽ, പരിപൂർണതയിൽ നിന്ന് ചില കോട്ടങ്ങൾ അയാൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു സ്വഹാബി ഇസ്ലാമിലേക്ക് വന്ന ഉടനെ കള്ളു കുടിച്ചുപോയി. നേരത്തെ അറബികളുടെ ശീലവും അറബികളുടെ ചരിത്രവും നമുക്കറിയാമല്ലോ. 40 അടിയാണല്ലോ ശിക്ഷയുള്ളത്. 40 അടി കിട്ടി. മഹാനവറുകൾ ആ തെറ്റ് ആവർത്തിച്ചു. ആ തെറ്റ് വീണ്ടും ചെയ്തു എന്നർത്ഥം. അപ്പോൾ 40 അടി വീണ്ടും കിട്ടുമ്പോൾ, ആ ശിക്ഷ നടപ്പാക്കുമ്പോൾ സയ്യിദുന ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്തൊരു മനുഷ്യനാ ഇവർ, വീണ്ടും കുടിച്ചുവല്ലോ. ഈ ആക്ഷേപം കേട്ടപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, യാ ഉമർ ലാ തൽഅൻഹു, അവരെ നീ ആക്ഷേപിക്കാൻ പാടില്ല. കാരണം ഫഇന്നഹു ഖദ് അഹബ്ബനി, അവർ എന്നെ ഇഷ്ടപ്പെട്ട ആളാണ് എന്ന്. അപ്പൊ തെറ്റ് ചെയ്യുമ്പോൾ മഹബത്ത് ഫുള്ളായിട്ട് നഷ്ടപ്പെടില്ല, അതൊരിക്കലും ഉണ്ടാവില്ല. ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹുവും മഹാനായ യൂസുഫ് നബഹാനി റഹിമഹുള്ളയുടെ അൻവാറുൽ മുഹമ്മദിയയിലൊക്കെ കാണാം. അതേസമയം തീരെ തെറ്റില്ലാതെ പൂർണാർത്ഥത്തിലേക്ക് വരുമ്പോൾ മഹബത്ത് വർദ്ധിക്കും. മഹബത്ത് കുറയുന്നതും കൂടുകയും ചെയ്യുന്നതാണ് എന്ന് ചുരുക്കം. ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, ഒരാൾ ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, അതേസമയം അദ്ദേഹത്തിന് വലിയ മഹബത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്, പിന്നെ അബദ്ധങ്ങളിലൊക്കെ വീണു പോകുന്നു. അങ്ങനെ ഉണ്ടാവുമല്ലോ നാട്ടിൻ പുറങ്ങളിൽ. നബിദിന പരിപാടിയും വരുന്ന റബീഉൽ അവ്വലൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു വേള റമദാനിനേക്കാൾ ആവേശവും മൗലിദിന് വല്ലാത്തൊരു സ്നേഹവും, ചിലപ്പോൾ മറ്റു പലതിനേക്കാളും സുഹൃതങ്ങളെക്കാളും മൗലിദും അതിൻ്റെതായ സംഘാടനം വഹിക്കുന്നതിലും അതിൻ്റെ ചീരണി ഒരുക്കുന്നതിലും ഘോഷയാത്രയിൽ മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് മധുരപാനീയങ്ങൾ വിതരണം ചെയ്യുന്നതിലും എത്ര ആൾക്കാർ മുൻപന്തിയിലുണ്ടാവാറുണ്ട്. ആ വിതരണം ചെയ്യുന്ന പലരും ചിലപ്പോൾ നിർബന്ധ കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ മഹബത്തുണ്ട്. ആ മഹബത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അയാൾ സ്വർഗത്തിലെത്തുമോ എന്നാണ് സുയൂത്തി ഇമാമിൻ്റെ അടുത്തേക്ക്, അവരുടെ പരിഗണനയിലേക്ക് വന്ന ചോദ്യം. മഹാനവറുകൾ പറഞ്ഞു, മഹബത്തുണ്ടാവും, പിന്നെന്തിന് സംശയിക്കണം, സ്വർഗത്തിൽ അയാൾ പ്രവേശിക്കുന്നതാണ്. അല്ലാഹുവേ, നമ്മളെല്ലാം നല്ല മുഹിബ്ബീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. ആകെ പ്രതീക്ഷ അതുമാത്രമാണ്. അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാറുണ്ട്. ബലഹീനരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട വിശ്വാസികളെ, നമുക്ക് രക്ഷപ്പെടാനുള്ള വസീല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അവിടുത്തെ കോടതിയിൽ ചെന്നാൽ ഏത് പ്രശ്നവും, ഏത് പ്രതിബന്ധങ്ങളും, ഏത് പ്രയാസവും, എത്ര ചെറുതും വലുതുമാണെങ്കിലും അതെല്ലാം അവിടുന്ന് പരിഹരിക്കപ്പെടും. എല്ലാ തെറ്റും ഞാൻ ഒഴിവാക്കാം നബിയെ, പക്ഷെ എനിക്ക് വ്യഭിചാരം ഒഴിവാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര മയത്തോടെയാണ് പെരുമാറിയത്. അവിടുത്തെ ഹൃദയത്തില്, അവിടുത്തെ നെഞ്ചിന്റെ മേലെ തടവിക്കൊടുത്തുകൊണ്ട് ആ രോഗം, ആ അസുഖം, ആ ചിന്ത, ആ ദുശ്ചിന്ത ഇല്ലാതാക്കിയില്ലേ? ഇങ്ങനെ എന്തെല്ലാം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമുണ്ടോ അത് മുഴുവനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞാൽ, അവിടുത്തെ സാമീപ്യം ഉണ്ടാക്കിയാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനാവും. ഇത് റബീഉൽ അവ്വൽ വരുമ്പോൾ മാത്രം ഉണ്ടാവേണ്ട ഒരു ആവേശമല്ല. ജീവിതത്തിൽ ഉടനീളം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അൽ വസീലത്തുൽ ഉളുമ, ഏറ്റവും വലിയ വസീലയാണ് അള്ളാഹുവിലേക്ക് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇമാം ബൂസീരി റഹിമഹുല്ല പറഞ്ഞതുപോലെ, ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമി. നമുക്കുള്ള ഏക പ്രതീക്ഷ, നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചാൽ, നാളെ പരലോകത്തെത്തുമ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളതാണ്. അതിന് നമ്മുടെ ഹൃദയത്തിൽ മഹബത്ത് ഉണ്ടാവണം. നമ്മുടെ ഹൃദയത്തിൽ മഹബത്ത് ഉണ്ടോ, നമ്മുടെയൊക്കെ മഹബത്ത് യഥാർത്ഥ മഹബത്താണോ എന്നതൊക്കെ നമ്മളൊന്ന് ഇടയ്ക്കിടെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ മുൻഗാമികളായ മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിച്ചുകൊണ്ട് മുഹിബ്ബീങ്ങളായ ആഷിഖീങ്ങളുടെ ചരിത്രം
പഠിച്ചുകൊണ്ട് അവരുടെ മഹബത്തിലേക്കൊന്ന് തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ മങ്കൂസ് മൗലിദ് റബീഉൽ അവ്വലോടുകൂടി അതിന്റെ ഡേറ്റ് പൂർത്തിയാവുന്നു. പിന്നെ എപ്പോഴാ ഒരു മൗലിദ് ചൊല്ലുന്നത്? എന്നെങ്കിലും ചൊല്ലുന്ന ഒരു മൗലിദ്, കൃത്യമായ സ്വലാത്തുകളില്ല, അല്ലെങ്കിൽ മഹബത്തിനോട് ടച്ചുള്ള സുഹൃതങ്ങൾ നമുക്കില്ലെങ്കിൽ നമ്മളൊന്ന് മാറേണ്ടതുണ്ട്. പ്രധാനമായും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ ഇടം നേടണം. മുത്തുനബി തങ്ങളുടെ മനസ്സിൽ നമ്മൾ ഇടം നേടിയാൽ, നമ്മൾ കേട്ടിട്ടില്ലേ മക്കം ഫതഹിന്റെ അന്ന് അഥവാ മദീനയിൽ നിന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെയും കൂട്ടി വന്നപ്പോൾ എല്ലാ നിലയിലും മക്കയെ ആക്രമിക്കാം, നാട്ടിൽ നിന്നും ദീൻ പ്രചരണം നടത്താൻ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, ജീവിതത്തിന് തന്നെ പ്രയാസം സൃഷ്ടിച്ച മക്കക്കാരെ, ആക്രമണങ്ങൾ അഴിച്ചുവിട്ട, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അഴിച്ചുവിട്ട ആ നാട്ടുകാരെ ശിക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എങ്കിലും ഇസ്ലാം സമാധാനത്തിന്റെ മതമാണല്ലോ. ഉടനെ ഒരു പ്രഖ്യാപനമുണ്ടായി, കഅബന്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ മൻ ദഖലഹു കാന ആമിന, കഅബന്റെ ഉള്ളിൽ ഒരാൾ പ്രവേശിച്ചാൽ കാന ആമിന, അവന് നിർഭയത്വമുണ്ട് എന്ന് പറഞ്ഞാൽ അവനെ ഒരിക്കലും ആക്രമിക്കില്ല. കഅബ പരിശുദ്ധമായ ഗേഹമാണ്. അതിന്റെ ഉള്ളിൽ ഒരാൾക്ക് പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രവേശിച്ചോട്ടെ. എന്തിന്? ജീവന് ഭീഷണിയാവുന്നുണ്ടെങ്കിൽ അവര് പ്രവേശിച്ചോട്ടെ. എങ്കിൽ അവരെ കിട്ടിയാൽ തന്നെ, എത്ര കഠിന ശത്രുവാണെങ്കിൽ തന്നെയും മുസ്ലിങ്ങളാകുന്ന പട്ടാളക്കാർ, സൈന്യം ഒന്നും ചെയ്യില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഇതിനേക്കാൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മഹാന്മാരുടെ ഖൽബിൽ ഒരാൾ ഇടം നേടിയാൽ അയാൾക്കും ഇതേ അവസ്ഥയാണ്. കാന ആമിന, ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ, അഷ്റഫുൽ ഖൽഖായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ നമ്മൾ ഒരു ഇടം നേടിയാൽ കാന ആമിന, അവന് പരലോകത്ത് ശിക്ഷയില്ല, അവനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അവനൊരു പ്രയാസം ഉണ്ടാവില്ല. നമുക്ക് എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ ഇടം നേടാൻ പറ്റുക? അതാണ് ഇന്നത്തെ വിഷയം. മഹാന്മാരുടെ മനസ്സിൽ ഇടം നേടണം. എന്തിനാണത്? ഇബ്നു അറബി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്തിനാണത്? അള്ളാഹു എല്ലാവരുടെയും ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കോ വേഷഭൂഷാദികളിലേക്കോ അല്ല അള്ളാഹുവിന്റെ നോട്ടം, മറിച്ച് വലാകി യൻളുറു ഇലാ ഖുലൂബിക്കും, എല്ലാവരുടെയും ഹൃദയത്തിലേക്കാണ് റബ്ബിന്റെ നോട്ടം. അള്ളാഹുവിന്റെ നോട്ടം എപ്പോഴും ഉള്ളത് ഹൃദയത്തിലേക്കാണ്. ഏറ്റവും പ്രധാനമായ പരിഗണന മഹാന്മാരുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ നളർ എപ്പോഴും ഉണ്ടാവും. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ, റിഫായി ഷെയ്ഖിന്റെ, അബുൽ ഹസൻ ഷാദുലി തങ്ങളുടെ, അല്ലെങ്കിൽ അബുൽ അബ്ബാസുൽ ബുർസി തങ്ങളുടെ റളിയല്ലാഹു അൻഹും, അവരുടെ ഹൃദയത്തിലേക്ക് റബ്ബിന്റെ നോട്ടം ഉണ്ടാവുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. എപ്പോഴും റബ്ബിന്റെ പരിഗണനയുള്ള, സ്നേഹമുള്ള നോട്ടത്തിൽ നമ്മൾ പെട്ടു. അതിലേറ്റവും ആദ്യം ഇടം നേടേണ്ടത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിലാണ്. ത്വരീഖത്തിന്റെ ശൈഖമാരുടെ മനസ്സിൽ ഇടം നേടിയാലുള്ള നേട്ടം വിശദീകരിക്കുന്നിടത്ത് മഹാന്മാര് പറയുന്നുണ്ട്. മഹാന്മാരായ ഉസ്താദുമാരുടെ ഷെയ്ഖിന്റെ മനസ്സിൽ ഇടം നേടിയാൽ, ഒരു മുരീദ് ഒരു ഷെയ്ഖിന്റെ മനസ്സിൽ ഇടം നേടിയാൽ, ആ ഷെയ്ഖ് എന്തായാലും ഈ മുരീദിനെ സ്വർഗത്തിലേക്ക് എത്തിക്കും. ഉറപ്പാ. ഈ മുരീദ് എത്ര തെറ്റ് ചെയ്താലും ശരി, ചെയ്തില്ലെങ്കിലും ശരി, അത് ഉറപ്പാണ്. എന്റെ മുരീദ് ആരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ, എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവർ ഞാനെന്ന് ചൊന്നോവർ. നമ്മൾ പാടാറുണ്ടല്ലോ. അത് അതിന്റെ അർത്ഥം എന്താ? മഹാന്മാരുടെ വിശദീകരണം കൂടി വായിക്കണം. മുരീദുമാർക്ക് അബദ്ധങ്ങൾ വരുമ്പോൾ ശൈഖുമാർ ആ തെറ്റുകുറ്റങ്ങളെ ഇല്ലാതാക്കുകയോ അബദ്ധങ്ങൾ പൊറുക്കാൻ വേണ്ടി റബ്ബിനോട് പറയുകയോ ചെയ്ത് അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കും. അതാണ് ത്വരീഖത്തിന്റെ ഷെയ്ഖിന്റെ ഒരു ബർക്കത്ത്. ബുസരി മുഹമ്മദ് ചോദിക്കുന്നുണ്ടല്ലോ, മല്ലി ബിറദ്ദി ജിമാഹിൻ മിൻ ഗവായത്തിഹാ കമാ യുറദ്ദു ജിമാഹുൽ ഖൈലി ബില്ലുജുമി, നിയന്ത്രണം വിട്ടോടുന്ന കുതിരയെ കഠിനാണ് പിടിച്ച് നിയന്ത്രിക്കുന്നത് പോലെ എന്നെയൊക്കെ നിയന്ത്രിക്കാൻ ആരാ ഉള്ളത്? ബുസരി ഇമാമിനെ നിയന്ത്രിക്കാൻ അവരുടെ ഷെയ്ഖുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ത്വരീഖത്തിൽ ചേർന്ന് പിന്നീട് അതിൽ നിന്ന് ബന്ധം വിട്ടുപോകാൻ പാടില്ല. ബന്ധം വിട്ടുപോയാൽ നേരത്തെ ചേരുന്നതിന് മുമ്പുള്ളതിനേക്കാൾ അപകടമായിരിക്കും. അപകടമാണത്. എന്താ പ്രശ്നം ഉണ്ടാവുക? ആഖിറത്തിൽ ആ ഷെയ്ഖിന്റെ മനസ്സിൽ നിന്നും ഇയാൾ ഇല്ലാതാവും, അല്ലെങ്കിൽ ഇയാൾ ഉണ്ടാകും.
പക്ഷേ ഉദാഹരണത്തിന് ഒരു റഫീഖ് എന്ന് പറയുന്ന മുരീദാണെങ്കിൽ ഈ റഫീഖിന്റെ രൂപം വേറൊരാൾക്ക് അള്ളാഹു കൊടുക്കും. എന്നിട്ട് തന്റെ മുരീദാണ്, ശിഷ്യനാണെന്ന് വിചാരിച്ചിട്ട് രൂപം പുതുതായി കിട്ടിയ ആളെ ഈ ഷെയ്ഖ് ഇടപെട്ടുകൊണ്ട് സ്വർഗത്തിലെത്തിക്കും. ഷെയ്ഖ് ആശ്വസിക്കും, എന്റെ മുരീദുമാരൊക്കെ സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. പിന്നീട് ആ ഷെയ്ഖിനെ, ആ ഉസ്താദിനെ കളിയാക്കി കണ്ടഞ്ചാടിയ ആളാണെങ്കിൽ അയാൾ നരകത്തിലെത്തിപ്പോകും. ഇതൊക്കെ വിശദീകരണം ഇബ്നു അജീബ് തങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയൊന്നും പുതിയ കാലത്ത് നമുക്ക് നടക്കൂല. കാരണം ത്വരീഖത്തിന്റെ ഷെയ്ഖുമാരെ നമുക്ക് കിട്ടാൻ ഇപ്പം വഴിയുണ്ടോയെന്ന് ചോദിച്ചാൽ മുറബിയായ ഷെയ്ഖ് ഇല്ല എന്നൊന്നും നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റൂലെങ്കിലും കണ്ടുപിടിക്കൽ പ്രയാസമായിരിക്കും. അതാണ് മഹാന്മാര് പറയുന്നത്. ഏതെങ്കിലും ഒരു ഷെയ്ഖിന്റെ പിന്നാലെ പോയാൽ പിന്നീട് ട്രസ്റ്റ് ചെയ്ത് പോയി അപ്പോഴാണ് എന്തെങ്കിലും അപകടത്തിൽ ചാടിയ വിവരങ്ങളൊക്കെ അറിയുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുപക്ഷെ ഇത്തരം മുറബിയായ ഷെയ്ഖുമാരെ കണ്ടെത്താൻ അവസാന കാലത്ത് പ്രയാസമായിരിക്കും. ആ കാലത്ത് നമ്മളെങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു മഹാന്മാരുടെ മനസ്സിൽ ഇടം നേടേണ്ടത്? അതിനുള്ള വഴിയാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. അവിടുത്തെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോൾ ഇമാം ഖസ്വല്ലാനി റഹിമഹുല്ലാഹ് സൂചിപ്പിച്ചതുപോലെ സ്വലാത്ത് നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. തിരുറൗളയിൽ നിന്ന് ഇങ്ങനെ തർബിയത്ത് കിട്ടിക്കൊണ്ടിരിക്കും. സ്വലാത്ത് ചൊല്ലുന്ന ആൾ എത്ര തെറ്റിന് അവസരം കിട്ടിയാലും അയാൾക്ക് എന്തോ ഒരു തർബിയത്ത് ഇങ്ങനെ ആത്മീയമായി കിട്ടിക്കൊണ്ടിരിക്കും. അതിന് നമ്മൾ തയ്യാറാണ്. സ്വലാത്ത് വിശ്വാസിയുടെ പാതയെ നമുക്ക് രക്ഷപ്പെടാൻ ഈ കാലത്ത് പ്രത്യേകിച്ചും അള്ളാഹു തന്ന ഒരു അമലാണ് സ്വലാത്ത് എന്നുള്ളത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, അവിടുത്തെ സലാത്തിനെ കുറിച്ച് പറയുമ്പോഴേ അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. തൻ്റെ ജീവിതം ഒരുപാട് വെറുതെ പോയി എന്ന് ആലോചിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എൻ്റെയൊക്കെ ജീവിതം കുറെ അടുക്കളയിൽ തീർന്നു എന്ന് പ്രായത്തുമ്പോൾ സ്ത്രീകൾ പരിതപിക്കാറുണ്ട്. അല്ലെങ്കിൽ യൗവനം അടിച്ചു പൊളിച്ച്, അല്ലെങ്കിൽ പ്രവാസ ലോകത്ത്, അല്ലെങ്കിൽ ജോലി സ്ഥാപനത്തില് ഒക്കെ തീർന്നിട്ട് അവര് പറയും, സാധേ വലിയ ഇബാദത്തും കാര്യത്തിനൊന്നും വലിയ തൗഫീക്ക് കിട്ടിയിട്ടില്ല, എന്താ ചെയ്യേണ്ടത്? ഉസ്താദുമാരുടെ വഅളും ക്ലാസ്സൊക്കെ കേൾക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നത്. പണ്ടൊക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി, എൻ്റെ സമയം ഒരുപാട് വെറുതെ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരാളും പരിതപിക്കുകയല്ല വേണ്ടത്. ഇനിയുള്ള കാലം ബി പോസിറ്റീവായിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് വേണ്ടത്. അതിനുള്ള വഴി മഹാൻ തന്നെ പറയാണ്, ഫൽയുക്സിരി സ്വലാത്ത അലൽ ഹബീബിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ് ഇന്നലകളിൽ വന്ന അബദ്ധങ്ങൾ പുറത്തു കിട്ടാനും, ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെ വീണ്ടെടുക്കാനും, ആ സമയങ്ങൾ മുഴുവൻ ഇബാദത്ത് ചെയ്തതായി മാറ്റിയെടുക്കാനും, വരാനിരിക്കുന്ന കാലം ശുദ്ധിയായിട്ടുള്ള നല്ല കാലമായി വാർത്തെടുക്കാനുമുള്ള ഒരു വഴി, ലോകത്തുള്ള ഏക വഴി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരിൽ സ്വലാത്ത് അല്ലലാണ്. ആ ഒരു വാക്ക് മതി യഥാർത്ഥത്തിൽ നമ്മൾ സ്വലാത്തിനോട് കൂടുതൽ പരിഗണന കാണിക്കാൻ. അതുമാത്രം മതി നമുക്ക് യഥാർത്ഥത്തിൽ. മുനാഫിഖിന് ഒരിക്കലും സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ പറ്റില്ല. മുനാഫിക്കിന് ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ കുറെ കർമ്മങ്ങളുണ്ട്. ഇഖ്ലാസ് സൂറത്ത് പാരായണം ചെയ്യാൻ പറ്റില്ല, സൂറത്ത് കാഫിറൂൻ ഓതാൻ കഴിയില്ല, എന്നെങ്കിലും ഓതാൻ കഴിയില്ല എന്നൊന്നും അല്ല പറയണത്. സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ മുനാഫിക്കിന് സാധ്യമല്ല. കാരണം സ്വലാത്ത് കൂടുതൽ ചൊല്ലുമ്പോൾ മനസ്സിൽ നിന്ന് നിഫാഖ് ഇല്ലാതാവും. എത്ര സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടും നടക്കുന്നില്ലല്ലോ എന്ന് വളരെ പേടിയോടുകൂടിയാണ് ആ രോഗത്തെ നമ്മൾ കാണേണ്ടത്. സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടമാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവൻ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ. അതിന് 3 റിപ്പോർട്ടുകളുണ്ട്. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുപ്പമുള്ളവർ. വേറെ റിപ്പോർട്ട് അഖറബുക്കും ഇലയ്യ മജ്ലിസൻ, എൻ്റെ അടുത്തിരിക്കാൻ ചാൻസ് കിട്ടുന്നവർ. വേറെ റിപ്പോർട്ട് അഖറബുക്കും ഇലയ്യ മൻസിലൻ, എൻ്റെ അടുത്ത് വീടുള്ളവർ. ആലോചിച്ചു നോക്കിയ സ്വർഗലോകം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്നും സ്വർഗത്തിൽ കാണാൻ പറ്റുന്ന ഒരിടം, തങ്ങൾക്കുള്ള സ്വർഗം ജന്നാത്തുൽ ഫിർദൗസ് ആണ്, സ്വർഗത്തിലെ ഏറ്റവും വലിയ ഇടം. തങ്ങളെ നമുക്ക് എപ്പോഴും സ്വർഗത്തിൽ കാണാൻ പറ്റുന്ന ഒരിടം,
അതാണ് പ്രായോഗികമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ സീറ്റൊന്നും ലോകത്താർക്കും കിട്ടില്ല, അത് ഒരു നബിക്കും കിട്ടില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിലെത്താൻ വേണ്ടി ദുആ ചെയ്ത സംഭവങ്ങളും അങ്ങനെ കിട്ടിയ സംഭവങ്ങളും എല്ലാം ഈ അർത്ഥത്തിലാണ് അതിന്റെ വ്യാഖ്യാനം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ഫത്ഹുൽ ഇലാഹിലും മറ്റു പല ഗ്രന്ഥങ്ങളിലും ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട്. നമുക്ക് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചാൽ എപ്പോഴും സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റും. സ്വർഗത്തിന്റെ ചുറ്റും ഇപ്പോഴും മലക്കുകളുണ്ട്. ആ മലക്കുകളെ പരിപാടി തന്നെ സ്വലാത്തല്ലല്ല. സ്വലാത്ത് കേൾക്കുമ്പോൾ തന്നെ സ്വർഗം ആവേശം കൊണ്ട് വികസിച്ചു കൊണ്ടിരിക്കുന്ന സുബ്ഹാനല്ലാഹ്, സ്വലാത്താണ് നമുക്ക് രക്ഷാമാർഗം. സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തിരിക്കാനും അവിടുന്ന് താമസിക്കുന്ന സ്ഥലത്തെ നമുക്ക് നോക്കിക്കാണാനും സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്ന് അർത്ഥം. ആർക്കാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം ആഗ്രഹമില്ലാത്തത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കാനും അവിടുത്തെ സംസാരം കേൾക്കാനും അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈപിടിക്കാനും ആഗ്രഹമില്ലാത്തത് ലോകത്ത് ആരാ ഉള്ളത്? അത് സാധിക്കാൻ നമുക്ക് കഴിയും. എങ്ങനെ? സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ. എന്തേ? വിശ്വാസം വരുന്നില്ലേ? ഇമാമിങ്ങളല്ലേ രേഖപ്പെടുത്തുന്നത്, പണ്ഡിതന്മാരല്ലേ നമ്മോട് പറയുന്നത് നമ്മൾ പാപികളാണ്, നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണ്. അത് റബ്ബിനറിയാം. അതിനുള്ളൊരു വഴിയാണ് സ്വലാത്ത് എന്നുള്ളത്. സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളെ ഒരിക്കലും അള്ളാഹു വെറുതെ ആക്കൂല. നമ്മുടെ വീഴ്ചകളും ന്യൂനതകളും പരിഹരിക്കപ്പെടാൻ ഉള്ള ഒരു വഴിയാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. സിറാത്ത് പാലം, മഹ്ശറയില് വളരെ പ്രയാസമുള്ള ഒരു ഘട്ടം നേരിടേണ്ടത് സിറാത്ത് പാലം കയറുമ്പോഴാണ്. സൂര്യനില്ല, ചന്ദ്രനില്ല, പ്രകാശമില്ലെന്നർത്ഥം. അവരവരുടെ ഈമാനിന്റെ അമലിന്റെ വെളിച്ചം, ബിനൂരിഹി, അവരവര് ചെയ്ത സുഹൃതങ്ങളുടെ വെളിച്ചാണ് മുമ്പിലുണ്ടാവുക. താഴെയാണെങ്കിൽ ജഹന്നം, ഇരുട്ടിന്റെ കേന്ദ്രം. മുടിയെ 7 കഷ്ണമാക്കിയിട്ട് ഒരു കഷ്ണം അദക്കുമിനശ. ഇവിടെയുള്ള വെളിച്ചമാണ് സ്വലാത്ത്. അസ്വലാത്തു അലയ്യ നൂറുൻ അല സിറാത്ത്. സിറാത്തു പാലത്തിൽ നിങ്ങൾക്ക് വെളിച്ചം വേണോ? എന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോളി. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ കവാടെത്തണമെങ്കിൽ സിറാത്തു പാലം കടക്കണം. സിറാത്തു പാലം കടക്കാതെ എങ്ങനെയാ സ്വർഗത്തിലേക്ക് എത്തുക? ആ സിറാത്തു പാലത്തിലൂടെ മുഹിബ്ബീങ്ങൾ കയറുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പാലത്തിന്റെ ഇപ്പുറത്തുനിന്ന് ദുആ ചെയ്യും, അല്ലാഹുമ്മ സല്ലിം, ഈ ഉമ്മത്തിനെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. അവിടുത്തെ ദുആയിൽ നമ്മൾ ഉൾപ്പെടണം. മഹ്ശറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സിറാത്തു പാലം കടന്നുകൊണ്ട് സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യും. എന്നിട്ട് അതേ പാലത്തിലൂടെ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. ലോകത്ത് ഒരാൾ മാത്രമേ പാലത്തിലൂടെ അങ്ങോട്ട് കടന്ന് ഇങ്ങോട്ട് വരുള്ളൂ. എന്തിനാ? സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലുള്ള ആൾക്കാർ അവിടെ സ്വർഗവാതിലിൽ നിർത്തിച്ചിട്ട് വരുന്നത് എന്തിനാ? ഉമ്മത്തിനെ നോക്കാൻ വേണ്ടി. ആ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ നമുക്ക് ദുനിയാവില് എന്താ പണി? പിന്നെ സ്വലാത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തങ്ങളുടെ പദവിക്കനുസരിച്ച് അള്ളാഹു നൽകാൻ ദുനിയാവിലും ആഖിറത്തിൽ എന്തെല്ലാമാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നീ നൽകണമേ എന്നൊരു പ്രാർത്ഥനയാണ്. അത് ചൊല്ലലോടുകൂടി നമ്മളാണ് രക്ഷപ്പെടുന്നത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ ആയത്ത് ഏറെ പ്രത്യേകതയുള്ള ആയത്താണ്. ഈ ആയത്ത് ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നാണ്. ഉറങ്ങാൻ നേരത്ത് ചിലർക്ക് പ്രായമാകുമ്പോൾ ടെൻഷൻ പിടിച്ച ഉറക്കം വരില്ല. അവർക്ക് ഈ ആയത്ത് 3 വട്ടം ഓതി ഒന്ന് കൈക്കൂതി തടവിയാൽ ഉറക്കം വളരെ എളുപ്പത്തിൽ പ്രയാസങ്ങളൊക്കെ നീങ്ങും. യൂസുഫ് നബ്ഹാനി തങ്ങളുടെ റളിയല്ലാഹു അൻഹു സഅദുദ്ദാറയിലൊക്കെ കാണാം. ഈ ആയത്തിന് ഒരുപാട് അസ്റാറുകളുണ്ട്. ഈ ആയത്ത് ഇപ്പോൾ ഞാൻ ഓതിയത് അള്ളാഹുവും മലക്കുകളും ഹബീബായ മുത്തുനബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുണ്ട്, അള്ളാഹുവിന്റെയും മലക്കളുടെയും. പിന്നെ എന്തിനാ നമ്മളോട് ചെല്ലാൻ പറയണത്? എന്തിനാ? നമ്മൾ രക്ഷപ്പെടാനാണ്. തങ്ങൾക്ക് നമ്മളെ കൊണ്ടൊന്നും കിട്ടാനൊന്നുമല്ല. അങ്ങനെ വിചാരിച്ചിട്ട് ആരും ചൊല്ലിയേക്കണ്ട. തങ്ങൾക്കൊന്നും കിട്ടാനല്ല നമ്മൾ സ്വലാത്തില്, നമ്മൾ രക്ഷപ്പെടാനാണെന്ന് ചിന്തിക്കണം. മഹാനായ
ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ഒരുപാട് സ്വലാത്ത് ചെല്ലുന്ന കാര്യം പറയുന്ന ഹദീസ്, നീണ്ട ഹദീസ് നമുക്കൊക്കെ അറിയാം. അന്നേരം തങ്ങൾ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഇതൻ തുഫി ഹമ്മക്ക, നിന്റെ എല്ലാ ദുന്യവിയായ ടെൻഷനും പ്രയാസമൊക്കെ നീങ്ങും മോനെ. എന്തെങ്കിലുമൊക്കെ വിഷമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളടുത്തേക്ക് ചികിത്സ കൂടുന്നതിന് പകരം ചൊല്ലു, സ്വലാത്ത് ചൊല്ലു. എത്ര പാപികൾ ചൊല്ലിയാലും റൗളയിന്ന് ഏറ്റെടുക്കുകയെ. കോടതി അത്രയും വിശാലമാണ്. ഓരോ സെക്കൻഡിലും എത്ര കോടാനുകോടി ജനങ്ങളുടെ പ്രശ്ന ആ റൗളയിൽ ഇരുന്നിട്ട് തങ്ങൾ തീർക്കണത്. എത്ര തെറ്റ് ചെയ്താലും അള്ളാഹുവിന്റെ ഹബീബല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെടുത്തും. 100 ആളെ കൊന്ന ആളെ തൗബയുടെ കഥ പഠിപ്പിച്ചെന്ന നേതാവല്ലേ നമുക്ക്. അത് നമുക്ക് പഠിപ്പിച്ചെന്ന് എന്തിനാ? പ്രതീക്ഷ കൈവിടരുത് എന്ന് പഠിപ്പിക്കാനാണ്. ആ തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലും. എല്ലാ മനപ്രയാസവും നീങ്ങും. ജോലി സംബന്ധിയായി, കുടുംബപരമായി, സാമ്പത്തിക പരാധീനതകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, മാനസിക വിഭ്രാന്തികൾ, എന്തുണ്ടെങ്കിലും സ്വലാത്ത് നമുക്ക് രക്ഷാമാർഗമാണ്. അത് ദുനിയാവിന്റെ കാര്യം വത്തോഫർ സമ്പക്ക, നിന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം പൊറുക്കപ്പെടുകയും ചെയ്യും. കണ്ടോ, ഒരു സ്വലാത്ത് ജീവിതത്തിൽ ചൊല്ലുക എന്ന് പറയുന്നത് വെറുതെ ഒരു സാമ്പിളിന്, ഒരു ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയാം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സ്വലാത്ത് ചൊല്ലുക എന്ന് പറയുന്നത് എന്താണ് അതിന്റെ പ്രതിഫലം? പ്രതിഫലം പറഞ്ഞു തീർക്കാനൊന്നും ലോകത്താർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നിട്ടല്ലേ ബലഹീനരായ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുന്നത്. ഇമാമിങ്ങൾക്ക് കഴിഞ്ഞോ സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ? അവരൊക്കെ ആയുധം വെച്ച് കീഴടങ്ങിയില്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്തു പറഞ്ഞു തീർക്കാൻ ആർക്കെങ്കിലൊക്കെ കഴിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആയിഷ ബീവിയോട് ചോദിച്ചപ്പോ ആയിഷ ബീവി ഒറ്റ വാക്കിൽ അങ്ങ് ഒതുക്കി, ഖുലുഖുഹു അൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനാണ്. എന്താണ് ആ വാക്കിന്റെ താല്പര്യം? എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് അതുകൊണ്ട് ആയിഷ ബീവി ബുദ്ധിമതിയായ ഉമ്മ ഉദ്ദേശിച്ചത് എന്താണ്? ഒരുപാട് വിശദീകരണങ്ങളിൽ ഒന്ന് സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് നമുക്കറിയാം, ഇൻ കാനൽ ബഹ്റു മിദാദൻ, ലോകത്തെ മുഴുവൻ കടലും മഷിയാക്കി. എന്നിട്ട് ലുഖ്മാൻ സൂറത്തിലേക്ക് പോകൂ, എല്ലാ മരത്തിന്റെ ബ്രാഞ്ചസ്, കൊമ്പുകളും ശിഖിരങ്ങളും പേനകളാക്കി ഖുർആനെ കുറിച്ച് എഴുതി തീർക്കാൻ ശ്രമിച്ചാൽ ലനഫിദൽ ബഹ്റു, കടല് തീരുന്നല്ലാതെ അള്ളാഹുവിന്റെ കലിമാത്ത് എഴുതി തീർക്കാൻ കഴിയില്ല. മുത്തുനബി തങ്ങളുടെ സ്വഭാവം ഖുർആനാണ്. തങ്ങളെ കുറിച്ച് പറഞ്ഞവരാരും തീർക്കാൻ പറ്റിയില്ല, കഴിയൂല. അബൂ ഹനീഫ തങ്ങൾ റളിയല്ലാഹു അൻഹു വിഷയം ഖസീദത്തുൻ നുഅ്മാനിയയിൽ പറയുന്നുണ്ട്. മങ്കൂസ് മൗലിദിൽ മഖ്ദൂമ് തങ്ങൾ ഉപ്പാപ്പ് പറഞ്ഞല്ലോ, ഔസാഫുഹു മായന്തഹി തഅദാദുഹ, അവിടുത്തെ വിശേഷണങ്ങൾ തീർക്കാനൊന്നും ആവൂലേ, ഞാൻ വെറുതെ ബർക്കത്തിന് അങ്ങോട്ട് തുടങ്ങിയതാണെന്നാണ് ഇമാമിങ്ങളൊക്കെ പറഞ്ഞേക്കണത്. ചില ഇമാമിങ്ങൾ തീരെ മദ്ഹന്നെ എഴുതിയിട്ടില്ല. എന്താണെന്ന് ചോദിച്ചപ്പോ ആവൂല, ഇത് തീർക്കാൻ തുടങ്ങിയാൽ എവിടെ നിന്നാണ് അവസാനിപ്പിക്കേണ്ടെന്ന് അറിയില്ല. മറ്റു ചില മഹാന്മാരുടെ ന്യായം ആവൂല എന്നറിയാ, ബർക്കത്തിനാണ് തുടങ്ങിയേക്കണത്, എവിടുന്നും തീർക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചിട്ട് അവരും ബർക്കത്തിന് വേണ്ടി അവിടെ നിർത്തിപ്പോയി. അപ്പൊ പിന്നെ എങ്ങനെയാ സ്വലാത്തിന്റെ മഹത്വം തീർക്കുക? പക്ഷെ ഒരു ഉദാഹരണത്തിന് വേണ്ടി ബർക്കത്തിന് പറയാം. എല്ലാ അമലുകൾക്കും 10 പ്രതിഫലം ഉള്ളത്. സുബ്ഹാനല്ലാഹ് എത്ര കൂലി? 10 കൂലി കിട്ടും. അതിന് ഒരു സുബ്ഹാനല്ലാഹ്ക്ക് 10 കൂലി. ചുരുങ്ങിയതാണ്, 70 ആവും, 700 ആവും, 70,000 ആവും. അതൊക്കെ ഇഖ്ലാസ്, തഖ്വ, മാസം, റമദാന്, മക്ക, അങ്ങനെയൊക്കെ വരും. അതേത് കാര്യത്തിനും 1 രൂപ സ്വതക്ക കൊടുത്താൽ 10 പ്രാവശ്യം 1 രൂപ സ്വതക്ക കൊടുത്ത കൂലി കിട്ടും. മക്കത്തുനിന്നാവുമ്പോൾ കൂടുതൽ കൂലി, റമദാനിലാവുമ്പോൾ അതിനേക്കാൾ, അങ്ങനെയൊക്കെ വരും. എന്നാൽ സ്വലാത്തിനോ സ്വല്ലല്ലാഹു അലൈഹി അശ്റ, അവന് 10 കൂലി എന്നല്ല, 10 സ്വലാത്ത്. ആരുടെ സ്വലാത്ത്? അള്ളാഹുവിന്റെ സ്വലാത്ത്. അള്ളാഹുവിന്റെ സ്വലാത്ത് എന്താണ് അതിന്റെ അർത്ഥം? അഫ്ളലു സ്വലവാത്തില് യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാഹ് തന്നെ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഒരാളോട് മഹ്ശറിൽ അള്ളാഹു ചോദിക്കാണ്, നിനക്ക് ആദം നബി അലൈഹി സ്വലാം തൊട്ടുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങളുടെ ഇബാദത്താണോ വേണ്ടത്? എങ്ങനെ? ആദം നബി അലൈഹി സ്വലാം തൊട്ട് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനീങ്ങളുടെ അവരൊക്കെ ചെയ്ത ഇബാദത്താണോ മോനെ നിനക്ക് വേണ്ടത്? അല്ല, എന്റെ ഒരു സ്വലാത്താണോ വേണ്ടത് എന്ന് ഒരു ബുദ്ധിമാനോട്, ലൗ ഖുയ്യിറ ലിൽ ആഖിലി, ഒരു ബുദ്ധിമാനോട് ഇതിലേതാണ് ഓപ്ഷൻ വേണ്ടത് എന്ന് ചോദിച്ചാൽ ലഖ്തറ, അവൻ തിരഞ്ഞെടുക്കുന്നത് സ്വലാത്തല്ലാഹി തആല, അള്ളാഹുവിന്റെ സ്വലാത്ത്.
നിന്റെ ഒരു സ്വലാത്ത് കിട്ടിയാൽ മതി. അള്ളാഹുവിന്റെ ഒരു സ്വലാത്ത് കിട്ടുക എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് തവണ നരകത്തുനിന്ന് രക്ഷപ്പെടുന്നതിനേക്കാൾ വലുതാ. അള്ളാന്റെ സ്വലാത്ത് നമുക്ക് കിട്ടുക, ഒരടിമക്ക് അള്ളാന്റെ സ്വലാത്ത്, അള്ളാന്റെ രക്ഷ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ഒരു അങ്ങനത്തെ 10 എന്തിനെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് അങ്ങനെയാണെങ്കിൽ കൂട്ടരെ നാവ് ചലിക്കണം, കൗണ്ടർ ഉണ്ടാവണം, എണ്ണം വെക്കണം. സ്വലാത്തല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ വേറൊന്നും വഴിയില്ല. ഉണ്ടെങ്കിൽ പറയൂ, വേറെന്താ നമുക്ക് വഴിയുള്ളത്? വേറൊന്നും വഴിയില്ല. പാപങ്ങൾ പുറത്തു കിട്ടാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ശഫാഅത്ത് ചെയ്യാൻ എല്ലാത്തിനും സ്വലാത്ത് ഒരു മാർഗമാണ്. എണ്ണി പറഞ്ഞാൽ തീർക്കാനാവാത്ത വിധം വിശാലമാണ്. എങ്ങനെയാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലാതിരിക്കുക? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ നബിമാർക്കും ഉത്തരം കിട്ടുന്ന ഒരു ദുആ ഉണ്ട്. ഉത്തരം കിട്ടുന്ന ദുആ എന്ന് പറഞ്ഞാൽ നബിമാരുടെ ദുആക്ക് ഉത്തരമുണ്ട്, പക്ഷെ ഒരു സ്പെഷ്യൽ ദുആ ലക്ഷക്കണക്കിന് വരുന്ന നബിമാർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഓൺ ദി സ്പോട്ടിൽ അതിന്റെ റിസൾട്ടാണ്, ഉടനെ ഉത്തരം കിട്ടും. ബാക്കി എല്ലാ ദുആവും ഓൺ ദി സ്പോട്ടിൽ എല്ലാത്തിനും കിട്ടിക്കോളുന്നില്ല. അത് നമുക്ക് ധാരാളം പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കാം. വിശാല ചർച്ചക്ക് അസ്നൽ മത്വാലിബ്, ഫീസുലത്തുൽ അഖാരിബ് ഒക്കെ നോക്കിയാൽ മതി. ഒരു ദുആ, ആ ദുആ എല്ലാ നബിമാർക്കും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആ ദുആ ചുണ്ടിൽ നിന്നങ്ങട്ട് പുറത്തേക്ക് വരുമ്പോഴേക്ക് തന്നെ അന്തരീക്ഷത്തിൽ അധരങ്ങളിൽ നിന്ന് മന്ത്രധ്വനികളായി വരുമ്പോഴേക്ക് റിസൾട്ട് വന്നിട്ടുണ്ടാവും. എല്ലാ നബിമാരും അത് ദ്വാരന്ന് തീർന്നു. എൻ്റെ ദുആ ഞാൻ അങ്ങോട്ട് ദ്വാരന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഇഖ്തബത്തു, ഞാനത് സൂക്ഷിച്ചു വെച്ചേക്കണത് നാളെ ആഖിറത്തിൽ എൻ്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരനായ സിദ്ദീഖങ്ങളെ ചവിട്ടി മതിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. മൂക്ക് വളഞ്ഞു പോയ, രക്തൊലിച്ചു പോയ കാലം. ബിലാൽ തങ്ങളെ വസ്ത്രം അഴിച്ചിട്ട് ചുട്ടുപൊള്ളുന്ന മണലിൽ കടത്തിയിട്ട് പാറ വെച്ചിട്ട് ശ്വാസം വിടാൻ വേണ്ടി മാത്രം പാറ വെച്ചിട്ടുള്ള ഘട്ടമുണ്ടായിരുന്നു. കാനം മദ്ഫൂനം ബിൽ ഹിജാറ, കല്ലുകൊണ്ട് മറമാടപ്പെട്ട ഒരു ഘട്ടം. ഖബ്ബാബ് ബിൻ അറത്ത് തങ്ങളുടെ സ്വഹാബിയുടെ തലയിൽ ചുട്ടുപൊള്ളുന്ന ഇരുമ്പ് പൈപ്പേ ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സുമയ്യ ബീവിന്റെ ഒരു കാല് ഒരൊട്ടകത്തിനും മറ്റൊരു കാല് മറ്റേ ഒട്ടകത്തിനും കെട്ടിയിട്ട് ഓടിച്ചിട്ടില്ലേ? ആ സുമയ്യ ബീവിയുടെ അടിനാഭിയിൽ ചുട്ടുപൊള്ളുന്ന ഇരുമ്പിന്റെ പൈപ്പ് കുത്തി പൈപ്പ് പുറത്തേക്കൂടി വന്നിട്ട് പപ്പടം പൊന്തിക്കണം അതിൽ പൊന്തിച്ചിട്ടില്ലേ? മുത്തുനബി തങ്ങൾക്ക് എന്നെ ത്വായിഫ് ഏറ് കെട്ടിയിട്ടില്ലേ? രക്തൊലിച്ചിട്ടില്ലേ? കുരുക്ക് വന്നിട്ട് ഉഖബത്ത് ബിൻ അബീ മുഈത്ത് കഴുത്തിലിട്ടിട്ട് മുറുക്കിയിട്ടില്ലേ? എന്തെല്ലാം സുജൂദില് കഴുത്തിൽ വന്നിട്ട് ധരിപ്പിച്ചിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തങ്ങളുടെ 23 കൊല്ലത്തെ പ്രബോധന കാലത്ത് ഏതെങ്കിലും ഒരു സമയത്ത് മക്കൾക്കാർ സമാധാനത്തോടെ ജീവിക്കാന്, അല്ലെങ്കിൽ ഒരു റാഹത്തിൽ ജീവിക്കാൻ റെസ്റ്റ് എടുത്തിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നോ? അവിടുത്തെ പല്ല് പൊട്ടിയില്ലേ? കവിളിന്ന് രക്തൊലിച്ചില്ലേ? നെര്യാണിക്കുന്ന കല്ല് കൊണ്ടിട്ട് ഷറഫാക്കപ്പെട്ട കാലിന്, സ്വർഗത്തും ഉദ്ഘാടനം ചെയ്യേണ്ട കാലിന്, ആ കാലിന് രക്തം പൊടിഞ്ഞു വന്നിട്ടില്ലേ? കല്ല് കൊണ്ടിട്ട്. എന്നിട്ട് ദ്വാരന്നോ? ദ്വാരക്കൂല. അത് തങ്ങളെ മനസ്സ് അങ്ങനല്ലേ? തങ്ങൾ ദ്വാരന്നിട്ടില്ല. എന്തിന്? നമ്മളെപ്പോലത്തെ മനുഷ്യന്മാർക്ക് ശഫാഅത്ത് ചെയ്യാൻ. തങ്ങൾ പറഞ്ഞതെന്താ? ശഫാഅത്തി ലിഅഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ വലിയ തെറ്റ് ചെയ്തവർക്കാണ് എൻ്റെ ശഫാഅത്ത്. സിദ്ദീഖങ്ങളും ഉമറങ്ങളൊക്കെ എങ്ങനെങ്കിലൊക്കെ ആയിട്ട് പോകും സ്വർഗത്തേക്ക്. ആ തങ്ങളെ നമ്മളെങ്ങനെയാ മറക്കാൻ പറ്റില്ല. അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമലാണ് നമ്മൾ സ്വലാത്തില്ല എന്നാണ്. അത് അവിടെ നിന്ന് തന്നെ പറയുന്നുണ്ടല്ലോ. ഹൗലുൽ കൗസറിന്റെ അടുത്ത് ഞാൻ നിൽക്കുമ്പോൾ നമ്മൾ തമ്മിൽ പരിചയം ഉണ്ടാവല് സ്വലാത്ത് കൊണ്ടാണ്. നിങ്ങൾ കൂടുതൽ സ്വലാത്തില്ലി നേരത്തെ ബന്ധമുണ്ടാക്കണേ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അർശിന്റെ ചോട്ടില് ആദം നബി അലൈഹിസ്സലാം ചിലരുടെ വിഷയത്തിൽ ഇടപെട്ടിട്ട് രക്ഷപ്പെടാതെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇടപെടുവത്ര. തങ്ങൾ ഇടപെട്ടിട്ടും ഇവര് രക്ഷപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ തങ്ങൾ മടിയിൽ നിന്നൊരു ബത്താക്ക എടുത്തിട്ട്, വെളുത്ത ഒരു ബത്താക്ക കഷ്ണം, ഒരു പേപ്പർ കഷ്ണം പോലത്തെ സാധനം എടുത്തിട്ട് അയാളുടെ നന്മന്റെ തട്ടിലിടലോടുകൂടി അയാൾ രക്ഷപ്പെടും. തങ്ങൾ എന്താ ഇട്ടേക്കുന്നത്? തങ്ങൾ ആരാണ്? നിങ്ങളുടെ നബിയായ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഇട്ടതെന്താ? മോനെ, നീ ചൊല്ലിയ സ്വലാത്ത് ഞാൻ എടുത്തു വെച്ചതാണ്. അങ്ങനെ എടുത്തു വെക്കാൻ നമുക്ക് സ്വലാത്ത് ഉണ്ടാണ്. ഈ സ്വലാത്തിന് 10 കറാമത്തുകൾ ഉണ്ട്. ഹ്രസ്വമായി അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക.
മൻ അക്സറ സ്വലാത്ത് അലയ്യ, എൻ്റെ പേരിൽ ഒരുത്തൻ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ നവ്വറല്ലാഹു ഖൽബഹു, അവൻ്റെ കൽബിനെ അള്ളാഹു പ്രകാശിപ്പിക്കും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നമ്മുടെ കൽബ് വെളുക്കാൻ നമ്മൾ ഒരുപാട് ഹറാമുകൾ ചെയ്തു കൂട്ടിയ മനുഷ്യന്മാരാണ്. ഈ മറയൊക്കെ നീങ്ങി റൗള കാണാൻ, ആ റൗളയിൽ കിടക്കുന്ന തങ്ങളെ കാണാനുള്ള വഴി സ്വലാത്താണ്. സ്വലാത്ത് കൊണ്ട് നാവ് പച്ച പിടിച്ചാൽ വൈൻകാന വസ്നൽ ജിബാൽ, തെറ്റുകുറ്റങ്ങൾ എത്ര പർവ്വത സമാനമുണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരും. നമ്മളെ തർബിയത്ത് ചെയ്യുന്ന അമലാണ് സ്വലാത്ത്. നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല എന്നെ തർബിയത്ത് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ കാണാം. സ്വലാത്ത് കൂടുതൽ ചൊല്ലുമ്പോൾ പഴയ തെറ്റുകുറ്റങ്ങൾ, പഴയ കാമുകന്മാർ മനസ്സിൽ നിന്ന് പോയി. രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി, ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ച തെറ്റുകുറ്റങ്ങൾക്ക് അഡിക്റ്റായി പോയ കുട്ടികൾ പോലും കൗമാരക്കാർ പോലും സ്വലാത്ത് ചൊല്ലി അത്ഭുത റിസൾട്ടുകളാണ്. സ്വലാത്ത് നമുക്ക് കൂടുതൽ ചൊല്ലണം. അതിന്റെ ഒന്നാമത്തെ നേട്ടം സ്വലാത്തുൽ മലിക്കിൽ ജബ്ബാർ, അള്ളാഹുവിന്റെ സ്വലാത്ത് നമുക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ സ്വലാത്ത് നമുക്ക് കിട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെക്കുറിച്ച് ഇനി പറയാൻ പറ്റുക? അള്ളാഹ് നമുക്ക് 10 സ്വലാത്ത് തരിക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു കാര്യം? ഇത് ലോകത്ത് ഈ സ്വലാത്തിനല്ലാതെ വേറൊരു അമലിനും ഈ ഒരു പ്രതിഫലം ഇല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിനല്ലാതെ ഇങ്ങനത്തെ ഒരു ഓഫർ അള്ളാഹ് വെച്ചിട്ടില്ല. ലോകത്ത് ഏതിനാ ഉള്ളത്? സാധാരണ ഏതെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങലെന്നെ. ഓ സത്യവിശ്വാസികളെ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ എന്നൊക്കെയാണ് പറയാ. ഈ ആയത്തിന്റെ സ്റ്റൈൽ തന്നെ അള്ളാഹ് മാറ്റി. ഇന്നല്ലാഹു മലായികത്തു, ഞാനും എൻ്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി, എൻ്റെ ഹബീബായ നബി തങ്ങൾക്ക് സ്വലാത്ത് കൊടുക്കുന്നുണ്ട് എന്ന്. ആലോചിച്ച് നോക്കിയേ ആ ആയത്തിന്റെ സ്റ്റൈൽ. പിന്നെയാണല്ലോ പറയുന്നത് യാ അയ്യുഹല്ലദീന, ഞാനും മലക്കളും ചെയ്ത പരിപാടി നിങ്ങളും ചെയ്തോളീന്ന്. കണ്ടോ? ആ അള്ളാഹുവിന്റെ സ്വലാത്ത് കിട്ടാൻ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് തവണ, ലക്ഷക്കണക്കിന് തവണ നരകത്തുനിന്ന് രക്ഷപ്പെടുന്നതിനേക്കാൾ വലുതാണ് ഒരു സ്വലാത്ത് അള്ളാന്റെ അടുത്ത് നമുക്ക് കിട്ടാന്ന് പറയുന്നത്. അങ്ങനത്തെ 10 സ്വലാത്ത് ഒരു സ്വലാത്തിന്. രണ്ടാമത്തത് ശഫാഅത്തുൻ നബിയിൽ മുഖ്താർ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്താണ്. അവിടുത്തെ ശഫാഅത്ത് അതാണ് നമുക്ക് വേണ്ടത്. വൽ ഹബീബുല്ലദീ തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമി, അവിടുത്തെ ശഫാഅത്താണ് നമ്മുടെ പ്രതീക്ഷ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത ലോകത്തെ ആര് കൈവിട്ടാലും നമുക്ക് പ്രശ്നങ്ങളില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈവിട്ടാൽ പിന്നെ തീർന്നു. ഇമാം ബൂസിരി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇല്ലം തകുൻ ഫീ മആദി ആഖിദൻ ബിയദി, നബിയെ പരലോകത്ത് ആ ഭയവിഹ്വലമായ ഘട്ടത്തിൽ എൻ്റെ കയ്യെങ്ങാനും തങ്ങൾ പിടിച്ചില്ലെങ്കിൽ ഇല്ലാ ഫകുൽ യാ സല്ലത്തൽ ഖദമി, ഞാൻ എന്നെ സ്വന്തമായിട്ട് വിളിക്കും കാലിടറിയവനെ, പരാജയപ്പെട്ടവനെ എന്ന് ഞാൻ എന്നെ തന്നെ വിളിക്കേണ്ടി വരും. എന്താണ് ആ വാക്ക്? നോക്ക് നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങാനും പരലോകത്ത് നമ്മളെ കൈവിട്ടാൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയൊന്നും വിടില്ല. ഹാശാഹു. ബുസൂരി ഇമാം പറയുന്നുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും കൈവിടില്ല. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കണം. യൗമ യഫിറുൽ മർഉ അൻ അഖിഹി വ ഉമ്മിഹി വ സാഹിബതിഹി വ ബനി, ഉപ്പയും ഉമ്മയൊക്കെ, മക്കളൊക്കെ, ഭാര്യമാരും എല്ലാവരും, സുഹൃത്തുക്കൾ ആരായാലും അവരൊക്കെ ഓടും. അവരവർ ചിന്തിക്കുന്നത് അവരവർക്കിടെ സ്വർഗം എങ്ങനെ കിട്ടും എന്നുള്ളതാ. എല്ലാ നബിമാരും നഫ്സി നഫ്സി, എൻ്റെ നഫ്സിനെ തന്നെ എനിക്ക് പേടിയാന്നാ നബിമാര് പറയണത്. അത് നബി തൊട്ട് ഈസാ നബി അലൈഹിസ്സലാം വരെ നീണ്ടു നിൽക്കുന്ന എല്ലാ നബിമാരും പറയണത് അതാണ്. എല്ലാ നബിമാർക്കും സ്വന്തം നഫ്സിനെ പേടിയുണ്ട്. അവരാരും തെറ്റ് ചെയ്തവരല്ല. നുബുവത്തിന്റെ മുമ്പും ശേഷവും വലിയ ശുദ്ധിയുള്ള ജീവിതം നയിച്ച മഹാന്മാരാണ് നബിമാർ. എന്നിട്ടും അവരുടെ നഫ്സിനെ അവർക്ക് പേടിയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തം നഫ്സിനെ പോലും പേടിയില്ല. അത്രയും വലിയ പവറുള്ള ആളാ തങ്ങൾ പറയും അനലഹ, ഞാൻ തന്നെ മക്കളെ ശഫാഅത്തിന് വരൂ, ശഫാഅത്തിന് വരൂ. ആ ശഫാഅത്ത് നമുക്ക് കിട്ടണം. ഉപ്പയും ഉമ്മയും മക്കളെടുത്തുനിന്ന് എന്തെങ്കിലും ഭാര്യയോട് ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ, നമീമത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട്
അവർക്ക് സ്വർഗം കിട്ടാൻ മക്കളെ അമല് കിട്ടോ എന്ന് വരെ പരുതും മഹ്ശറിൽ. ഒരാളും സ്വർഗത്തിലെത്താതെ ശഫാഅത്ത് ചെയ്യൂല. ഹാഫിളായ മോന് സ്വർഗത്തിലെത്തിയാലേ മക്കൾക്ക് ഉപ്പാക്കും ഉമ്മക്കും ശഫാഅത്ത് ചെയ്യുള്ളൂ. കൂട്ടുകാർ സ്വർഗത്തിലെത്തിക്കും എന്ന് പറയുന്നത് അവരാദ്യം സ്വർഗം നോക്കും. അവരവരുടെ സേഫ് സോൺ സേഫ് സോണിൽ നിന്നതിന് ശേഷം ആരും നോക്കുള്ളൂ. എല്ലാവരും അവര് സ്വർഗത്തിലെത്തിയിട്ടേ തന്റെ ഉമ്മയില്ലല്ലോ, ഉപ്പയില്ലല്ലോ, ഏട്ടനില്ലല്ലോ, ഭാര്യ ഇല്ലല്ലോ എന്ന് ചിന്തിക്കുള്ളൂ. അതങ്ങനെ ഉണ്ടാവുള്ളൂ. സ്വന്തം ഭാര്യ പോലും ഭർത്താവിന്റെ അടുത്ത് നിന്ന് ആമല് കിട്ടോ, അയാൾ എന്നെ വേദനിപ്പിച്ചതിന്, കടം വാങ്ങിയത് തിരിച്ചു തരാത്തതിന്, കുറ്റപ്പെടുത്തിയതിന്, ഗീബത്ത് പറഞ്ഞതിന് കിട്ടുമോ നോക്കും. എത്ര ഇഷ്ടം എന്ന് പറഞ്ഞാലും, വെരി ഇന്റിമേറ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും, നമ്മുടെ ചങ്കായാലും ആരായാലും അവരവര് സ്വന്തം സ്വർഗത്തിലെത്താൻ നമ്മുടെ സ്വന്തം അമല് പിടിച്ചു പറിച്ചു പോകാനുള്ള ഘട്ടങ്ങൾ, മലാലിമുകൾ അവര് നോക്കും. എന്നാൽ ഒരാള് മാത്രമേ ലോകത്ത് അതൊന്നും തുനിയാതെ എങ്ങനെയെങ്കിലും ഉമ്മത്തിനെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റൂ. നബി തങ്ങള് മഹ്ശറിൽ റെസ്റ്റ് കിടക്കൂല, റെസ്റ്റ് ഇരിക്കൂല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ കാണാതെ മലക്കുകൾ ആരെങ്കിലും എന്റെ ഉമ്മത്തിനെ നരകത്തിൽ കടത്തുന്നുണ്ടോ എന്നുള്ള പേടി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടക്ക് അർശിന്റെ തണലിൽ വന്നിരിക്കുമ്പോ അതിന് വിപരീതാ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ വിചാരണക്കെടുക്കുന്നുണ്ട്. അപ്പോൾ തങ്ങൾ അവിടെ വന്ന് ഇടപെടും. ഒരാളും സ്വന്തം നന്മതിന്മ തൂക്കണ തുലാസ് നോക്കില്ല. അവരും നോക്കുന്നത്, എല്ലാവരും നോക്കുന്നത് ഇലാ വജ്ഹി റസൂലില്ലാഹ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖത്തേക്കാണ്. ആ മുഖത്തുനിന്നൊരു പുഞ്ചിരി വിടർന്നു കിട്ടിയാൽ അവിടുത്തെ നാവ് കൊണ്ട് ഇവനെ എനിക്ക് വേണം, രക്ഷപ്പെടുത്തണം എന്നെങ്ങാനും പറഞ്ഞു കിട്ടിയാൽ ഹുവൽ ഹബീബുല്ലദീ തുർജ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമീൻ. അല്ലാഹുവിന്റെ റഹ്മത്ത് ഒരിക്കലും ഇറങ്ങാത്ത സ്ഥലമാണ് നരകം. ആ അള്ളാന്റെ റഹ്മത്ത് ഒരിക്കലും ഇറങ്ങാത്ത നരകത്തിൽ പോലും അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വിവരം അറിയിച്ച തന്റെ അടിമ സുവൈബത്തുൽ അസ്ലമിയെ മോചിപ്പിച്ചതിന്റെ പേരിൽ അബൂ ലഹബിന് എല്ലാ തിങ്കളാഴ്ചയും 2 വിരലിന്റെ ഇടയിലൂടെ വെള്ളം കിട്ടാറുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലുള്ള സംഭവമാണ്. ആലോചിച്ചു നോക്കൂ. റബ്ബിന്റെ റഹ്മത്ത് ഒരു കണിക പോലുമില്ലാത്ത നരകത്തിൽ പോലും റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ റഹ്മത്ത് അല്ലാഹ് സംവിധാനിച്ചു വെച്ചില്ലേ. മഹാന്മാരതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഒരു കാഫിറായ മനുഷ്യൻ, അതും തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ്, തന്റെ ഭാര്യയും മക്കളെയും എല്ലാവരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരു സൂറത്ത് തന്നെ ഇറക്കേണ്ടി വന്ന, നരകത്തിൽ കാലാകാലം കിടക്കേണ്ട, തങ്ങളത്രയും ബുദ്ധിമുട്ടിച്ച വലിയ ധിക്കാരിയായ അബൂ ലഹബിന് പോലും റബീഉൽ അവ്വലിന്റെ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി അയാൾ ഒരു സന്തോഷ പ്രകടനം നടത്തിയതിന്റെ പേരിൽ അയാൾക്ക് ഇത്രയും വലിയ ഓഫർ ഉണ്ടെങ്കിൽ, അല്ലാ മുഅ്മിനീങ്ങള് കൊല്ലം റബീഉൽ അവ്വൽ വരുമ്പോ എത്ര പാവപ്പെട്ടവരും ഭണ്ഡാരം പൊളിച്ചുകൊണ്ട് കുട്ടികളിങ്ങനെ ദഫും മുട്ടി സ്കൗട്ടിന്റെ അകമ്പടിയോടെ വരുമ്പോ പാവപ്പെട്ട സ്ത്രീകളെ കാണാറില്ലേ? പാവപ്പെട്ട കൂലിപ്പണിക്കാരെ കാണാറില്ലേ? ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കാൻ തന്നെ കഴിയാതെ പോയാലും അവരൊരു പാക്കറ്റ് മിഠായി വാങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. അതൊന്നും വെറുതെ ആവില്ല മുഅ്മിനീങ്ങളെ. റസൂലുള്ളാഹിന്റെ പേരിൽ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രക്ഷയാണ്. അല്ലാഹ് വരുന്ന റബീഉൽ അവ്വലിൽ നമുക്ക് റാഹത്തിൽ മൗലിദ് ചൊല്ലാനും ആഘോഷിക്കാനും തൗഫീഖ് നൽകണേ റഹ്മാനേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത്, അതാണ് രണ്ടാമത്തത്.
മൂന്നാമത്തത് അൽ-ഇഖ്തിദാഉ ബിമലായികത്തിൽ അബ്റാർ, പരിശുദ്ധരായ മലക്കുകളോടുള്ള പിന്തുടർച്ചയാണ്. മലക്കുകൾ ചെയ്യുന്ന പരിപാടി ചെയ്യാൻ നമുക്കല്ല തന്നൊരു ചാൻസാണ് സ്വലാത്ത്. ലോകത്തെ എല്ലാ മലക്കുകളും ചെയ്യുന്ന പരിപാടി. ഇന്നല്ലാഹ വമലായികതഹു എന്ന ആയത്തിന്റെ തഫ്സീറിൽ എല്ലാ മലക്കുകളും ചൊല്ലുന്നുണ്ടോ? സ്പെഷ്യലാണോ? അല്ല, മുഴുവൻ മലക്കുകളും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ആ മലക്കുകൾ ചെയ്യുന്ന പരിപാടി നമുക്ക് കൂടി ചെയ്യാം. അതാണ് സ്വലാത്തിലൂടെ അല്ലാഹ് തരുന്ന സമ്മാനം. നാലാമത്തത് മുഖാലഫത്തുൽ മുനാഫിഖീന വൽ കുഫാർ, കാഫിരീങ്ങളോടും മുനാഫിക്കീങ്ങളോടും എതിരാവാൻ സ്വലാത്തിലൂടെ സാധിക്കും എന്നതിന് വേറൊരു വ്യാഖ്യാനവുമുണ്ട്. സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവൻ മുനാഫിഖാവില്ല. സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവൻ ഒരിക്കലും കാഫിറായി അവിശ്വാസത്തോടെ മരണപ്പെടില്ല. അവന്റെ ആഖിബത്ത് എത്രയായാലും ചീത്തയാവില്ല. അവന്റെ ജീവിതത്തിൽ വല്ല അബദ്ധവും വന്നുപോയിട്ടുണ്ടെങ്കിൽ തന്നെ, കേട്ടിട്ടില്ലേ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം? ഹജ്ജിന്റെ വേളയിൽ സ്ഥിരമായി സ്വലാത്ത് ചൊല്ലുന്നു, തൽബിയത്തിന്റെ ഘട്ടത്തിലും സ്വലാത്ത് ചൊല്ലുന്ന ഒരാളെ കണ്ടപ്പോൾ സുഫിയാൻ തങ്ങൾ ചോദിച്ചു, ഇതിന്റെ പിന്നിൽ വല്ല രഹസ്യവുമുണ്ടോ? നമുക്കൊക്കെ അറിയാവുന്ന സംഭവമല്ലേ. എൻ്റെ വാപ്പനെ കൂട്ടി ഞാൻ ഹജ്ജിന് പുറപ്പെട്ടതാണ്. വഴിയിൽ നിന്ന് എൻ്റെ വാപ്പ രോഗം പിടിച്ച് മരണപ്പെട്ടുപോയി. ഏകാന്തനായി വളരെ ടെൻഷനായി നിൽക്കുമ്പോൾ അതിൻ്റെ മേലെ ഒന്നുകൂടി ദുഃഖം വന്നു. എൻ്റെ വാപ്പൻ്റെ മുഖം കറുത്തിരുണ്ടുപോയി. വളരെ ടെൻഷനായി ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ കിടക്കുമ്പോൾ, ക്ഷീണത്തോടെ കിടന്നുറങ്ങുമ്പോൾ, അതാ ഒരു സുന്ദരനായ മനുഷ്യൻ സുന്ദരമായ രൂപത്തിൽ വന്നിട്ട് എൻ്റെ വാപ്പന്റെ മുഖം തടവി. ഞാൻ കൈപിടിച്ച് ചോദിച്ചു, മന്നന്ത, നിങ്ങൾ ആരാണ്? അന റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നിന്റെ വാപ്പ ചില തെറ്റുകുറ്റങ്ങൾ ചെയ്യാറുണ്ട്, വിശദീകരിച്ചു. എന്നിട്ട് പറയുകയാണ്, നിന്റെ വാപ്പ എപ്പോഴും സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്. സ്വലാത്ത് ചൊല്ലുന്ന ആള് മരണപ്പെടുമ്പോൾ, വിഷമം അനുഭവിക്കുമ്പോൾ ഉടനെ ഞാൻ അവിടെ എത്തുന്നു. മുഅ്മിനീങ്ങളെ, മരണം ഈമാനോടെ ആക്കാനുള്ള വഴിയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. അഞ്ചാമത്തത് മഹവുൽ ഖതായ വൽ ഔസാർ, നമ്മുടെ തെറ്റുകുറ്റങ്ങളുമായി കളയും. ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് കൊല്ലക്കണക്കിനുള്ള തെറ്റുകുറ്റങ്ങൾ മായ്ക്കുമെന്ന് ഇമാം ഖസ്വല്ലാനി റഹിമഹുല്ലാഹ് അവിടുത്തെ മസാലിക്കുൽ ഹനഫയിൽ പറയുന്നുണ്ട്. ഒരു സ്വലാത്ത് ചൊല്ലുന്നത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ, വേറൊന്നിനും വേണ്ടിയല്ല, ആരെയും കാണിക്കാനല്ല. ചൊല്ലുന്ന സ്വലാത്ത് ഒരൊറ്റ എണ്ണമാണെങ്കിലും അത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ അതിൻ്റെ ഫലം എവിടെ വരെ എത്തുന്നറിയോ? 80 കൊല്ലത്തെ ദോഷം വരെ റബ്ബ് ഒറ്റ സ്വലാത്ത് കൊണ്ട് പുറത്തു തരുന്നതാണ്. അള്ളാഹു നമുക്ക് ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആറാമത്തത് ഖളാഉൽ ഹവായിജ്, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കപ്പെടും. 100 സ്വലാത്ത് ഒരാൾ ദിവസവും ചൊല്ലിയാൽ 30 ആവശ്യങ്ങൾ ദുനിയാവിൻ്റെതും 70 ആഖിറത്തിൻ്റെതും. നോക്കൂ, ആഖിറത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ട്. സിറാത്ത് പാലം വരാനുണ്ട്, നന്മതിന്മ തൂക്കുന്ന ഘട്ടമുണ്ട്, വലതിടത് കൈയിൽ കിതാബ് വിതരണം ചെയ്യുന്ന ഘട്ടമുണ്ട്, ഹിസാബിന്റെ ഘട്ടമുണ്ട്, ഹൗദുൽ കൗസറിന്റെ വിതരണമുണ്ട്. ഇങ്ങനത്തെ പല പല ആവശ്യങ്ങളും നമുക്ക് ആഖിറത്തിലുണ്ട്. അവിടെയുള്ള 70 ആവശ്യങ്ങൾ തീർക്കാൻ സ്വലാത്ത് കൊണ്ട് സാധിപ്പിക്കുമെന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ഏഴാമത്തത് തൻവീറുൽ ലവാഹിരി വൽ അസ്റാർ, അകവും പുറവും ശുദ്ധിയാവും, ഖൽബ് നന്നാവും. പലരുടെയും ലാഹിർ ടോപ്പായിരിക്കും. കാണുന്നില്ലേ, തലപ്പാവും താടിയും ഡ്രസ്സൊക്കെ നമുക്കൊക്കെ ഉണ്ട്. നമ്മുടെ അകം ചീത്തയാണല്ലോ. ഈ ഖൽബ് നന്നാക്കാനുള്ള വഴി എന്താണ്? ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. എട്ടാമത്തത് അന്നജാതു മിൻ അദാബിദാരിൽ ബവാർ, നരകശിക്ഷയിൽ നിന്നുള്ള രക്ഷയാണ്. ഒൻപതാമത്തത് ദുഖൂലി ദാരിർ റഹ്മത്തി വൽ ഖറാർ,
റഹ്മത്തിന്റെ സ്വർഗലോകം അവനിക്ക് ലഭിക്കുന്നതാണ്. 10ാമത്തത് സലാമു മലിക്കിൽ ഗഫാർ, റബ്ബിന്റെ സലാമത്ത് നമുക്ക് ലഭിക്കും. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വായിക്കപ്പെടും. അന്നദ്ദുനൂബ തസ്വദ്ദുൽ ഖുലൂബ്, നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കൊണ്ട് ഖൽബ് ചീത്തയാവും, ഖൽബ് കറുത്തുപോകും. അവിടെ രക്ഷപ്പെടാനുള്ള വഴി സ്വലാത്താണ്. ഒരൊറ്റൊരു ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. മുഅ്മിനീങ്ങളെ, ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാവണം. അസ്സലാത്തു അലയ്യ, എൻ്റെ പേരിലുള്ള സ്വലാത്ത് ഖബറിൽ പ്രകാശമാണ്, സിറാത്ത് പാലത്തിൽ പ്രകാശമാണ്. എവിടെയെല്ലാം പ്രകാശം ആവശ്യമുണ്ടോ അവിടെ മുഴുവനും പ്രകാശമായി വരുന്ന 2 അമലുകളാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തും ഖുർആൻ പാരായണവും. ദാരിദ്ര്യമില്ലാതാവാൻ, നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ശുദ്ധിയാവാൻ, ലികുല്ലി ഷൈഇൻ ത്വഹാറ, എല്ലാ വസ്തുവിനെയും ശുദ്ധിയാക്കുന്ന ഫിൽട്ടറുകൾ, ശുദ്ധീകരിക്കുന്ന, ശുദ്ധികലശം ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. നമ്മുടെ വീടിൻ്റെ ജനലുകൾക്ക്, ജനൽപാളികൾക്ക് ഈ തുരുമ്പ് പിടിച്ചാൽ ശുദ്ധിയാക്കാനുള്ള വഴിയുണ്ട്. നജസായാൽ വെള്ളമുണ്ട്, അതല്ലെങ്കിൽ മണ്ണുണ്ട്, ഇനി അതുമല്ലെങ്കിൽ വേറെന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. മൂത്രമായാൽ നജസ് ശുദ്ധിയാക്കാൻ വെള്ളം വരുന്നു. നായയെ തൊട്ടതാണെങ്കിൽ അതിനെ ശുദ്ധീകരിക്കാൻ മറ്റൊരു രൂപമാണ്. എന്നാൽ വതഹാറത്തു ഖുലൂബിൽ മുഅ്മിനീന മിനസ് സദഇ, ഇരുമ്പിൽ തുരുമ്പിക്കുന്നത് പോലെ ഖൽബ് തുരുമ്പിക്കുമ്പോ ആ ഖൽബ് ശുദ്ധിയാക്കാനുള്ള വഴി അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലലാണ്, അവിടുത്തെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറയുന്നുണ്ട്, 3 സ്വലാത്ത് ഒരാൾ ഇരിക്കുമ്പോൾ ചൊല്ലിയാൽ അയാൾ എഴുന്നേൽക്കുമ്പോഴേക്ക് അയാളുടെ പാപങ്ങളെല്ലാം പുറത്തു കിട്ടിയിട്ടുണ്ടാവും. നിൽക്കുമ്പോൾ 3 സ്വലാത്ത് ചൊല്ലിയാൽ അവൻ ഇരിക്കുന്നതിൻ്റെ മുമ്പ് അവൻ്റെ പാപങ്ങൾ പുറത്തിട്ടുണ്ടാവും. എന്ന് മാത്രമല്ല മുഅ്മിനീങ്ങളെ, സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസിൽ നിന്ന് പോകുന്ന സുഗന്ധം 7 ആകാശം വരെ എത്തും. ഓരോ ആകാശത്തുമുള്ള മലക്കുകൾ ചോദിക്കും, ഇതെവിടുന്നുള്ളതാണ്, ആരാണ് അവിടെ ഉള്ളത്? ആ മജ്ലിസിലുള്ളവർക്കൊക്കെ ദുആ ചെയ്യുന്നു. അതാതിൽ 3 സ്വലാത്ത് ചൊല്ലാറില്ലേ? നമ്മൾ പലപ്പോഴും മജ്ലിസ് കഴിയുമ്പോൾ സ്വലാത്ത് ചൊല്ലാറില്ലേ? സ്വലാത്ത് ജീവിതത്തിൻ്റെ ഒരു മുഖമുദ്രയാവണം. മനുഷ്യ ശരീരത്തിലെ ഓരോ രോമങ്ങളും ഇസ്തിഗ്ഫാർ ചൊല്ലാനുള്ള വഴിയാണ് സ്വലാത്ത്. മഹാനായ ബഖ്തിയാർ കഅ്കി ദഹ്ലവി തങ്ങൾ അറിയാത്തവരുണ്ടോ? അജ്മീർ തങ്ങളുടെ പ്രധാന മുരീദല്ലേ. ധാരാളം വിഷമങ്ങൾ അനുഭവിച്ച് ജീവിതം പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ധാരാളം കറാമത്തുകൾ നൽകി ആദരിക്കപ്പെട്ട മഹാനല്ലേ. എല്ലാ ദിവസവും രാത്രി 3000 സ്വലാത്ത് ചൊല്ലുന്ന മഹാനാണ്. ഇന്ത്യയിൽ മറവട്ട് കിടക്കുന്ന മഹാനാണ്. ആ ബഖ്തിയാർ തങ്ങൾ കല്യാണത്തിൻ്റെ തിരക്കിലായപ്പോൾ 3 ദിവസം സ്വലാത്തങ്ങ് മുടങ്ങിപ്പോയപ്പോ അഖ്ബാറുൽ ഹദീസിൽ കാണാം, വരുന്നു ബക്കർ ബിൻ മുഹമ്മദ് എന്ന പണ്ഡിതൻ വന്ന് പറയുകയാണ്, നിങ്ങൾ സ്വലാത്ത് മുടങ്ങിയ വിവരം പരാതി കിട്ടിയിട്ടുണ്ട്, സ്വലാത്ത് മുടക്കരുത് കേട്ടോ. ആരാ നിങ്ങളോട് പരാതി പറഞ്ഞത്? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പരാതി പറഞ്ഞത്രേ. മുഅ്മിനീങ്ങളെ, നമുക്കും ആ റസൂലുള്ളാനെ ഒന്ന് കാണണ്ടേ. ആ തങ്ങളെ കണ്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും തീർത്ത് ഈമാനോടെ മരണപ്പെടണ്ടേ. ഈ തെറ്റുകുറ്റങ്ങൾ നിറഞ്ഞ ദുനിയാവിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണ്ടേ. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് വരുന്നു. ഒരു സ്ത്രീ വന്നിട്ട് പറയുകയാണ്, എൻ്റെ മകള് മരണപ്പെട്ടു. വജാഅത് ഇംറഅത്തുൻ ഇലൽ ഹസനിൽ ബസ്രി വഖാലത് തുവഫിയത് ലി ബിന്തുൻ, എനിക്കാകെ ഒരു മകളേ ഉള്ളൂ, ആ മകളാണെങ്കിൽ മരണപ്പെട്ടു. വഉരീദു അൻ അറാഹ ഫിന്നൗം, എനിക്കൊന്ന് അവളെ സ്വപ്നത്തിൽ കാണണമെന്നുണ്ട്. അപ്പോൾ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഫഅമറഹ അൻ തുസല്ലിയ 4 റകഅത്തിൻ ബഅദ സ്വലാ
സ്വലാത്തിൽ ഇശാഇ തഖറഉ ഫീ കുല്ലി റകഅത്തിൻ അൽ ഫാത്തിഹത വ അൽഹാകുമുത് തകാസുർ മറ. ചില മരുന്നുകളൊക്കെ പറഞ്ഞു കൊടുത്തു നീ എന്നിട്ട് കിടന്നുറങ്ങി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഉറങ്ങാൻ നേരത്ത് സ്വലാത്തും ചൊല്ലി കിടന്നോളി കാണുമെന്ന് പറഞ്ഞു. ആ പെണ്ണ് പറയാണ് ഫഫഅലത്, ആ പെണ്ണ് അങ്ങനെ ചെയ്തു. ഫറഅത്ഹാ ഫീ അഖ്ബഹിൽ അദാബി വഅശദ്ദ, വല്ലാതെ ശിക്ഷ അനുഭവിക്കുന്നതായിട്ടാണ് സ്വപ്നത്തിൽ കണ്ടത്. നരകത്തിൽ വലിയ ശിക്ഷ അനുഭവിക്കുന്ന മകൾ. കണ്ടത് വിനയായി പോയി, കണ്ടത് മോശമായി. ഫന്തബഹത്, ആ പെണ്ണ് നെട്ടി ഉണർന്നു. വജാഅത്തിൽ ഹസൻ, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്നിട്ട് വിഷയങ്ങൾ പറഞ്ഞു. ഹസനുൽ ബസ്രി തങ്ങൾ സ്വതക്ക ചെയ്യൂ, അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാമെന്നൊക്കെ പ്രതീക്ഷ നൽകി ആ പെണ്ണുങ്ങളെ ആശ്വസിപ്പിച്ചു വിട്ടു. പിന്നെ ഹസനുൽ ബസ്രി രാത്രി ഉറങ്ങുമ്പോഴതാ ഫറഅ ഇംറഅതൻ ഫീ അഹ്സനിൻ നഈം, സ്വർഗ്ഗത്തിൽ വലിയ സുഖം അനുഭവിക്കുന്ന ഒരു പെണ്ണിനെ കാണുകയാണ്. ഫഖാലത്ത് ലഹു, ആ പെണ്ണ് ഹസനുൽ ബസ്രി തങ്ങളോട് ചോദിക്കുകയാണ്, അതഅരിഫുനി, നിങ്ങൾക്ക് എന്നെ അറിയുമോ? ഇല്ലല്ലോ, നിങ്ങളെ അറിയില്ലല്ലോ. അനബനത്തു തിൽക്കൽ മർഅത്തല്ലതി അമർതഹാ ബിസ്സലാത്തി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ സ്വലാത്തൊക്കെ ചെല്ലണം എന്ന് പറഞ്ഞ ഒരു ഉമ്മയില്ലേ, ആ ഉമ്മയുടെ മകളാണ് ഞാൻ. അപ്പൊ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിന്റെ ഉമ്മ പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ, വലിയ ശിക്ഷ അനുഭവിക്കുന്ന ആളായിട്ടാണല്ലോ പറഞ്ഞത്. അപ്പോഴാണ് പറയുന്നതൊക്കെ ശരി തന്നെ, പക്ഷേ ഈ വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം കുന്ന സബഈന അൽഫൻ, നമ്മൾ 70,000 ആൾക്കാർ കിടക്കുന്ന ഒരു പള്ളിക്കാട്ട്, ആ പള്ളിക്കാട്ടിന്റെ പരിസരത്തൂടെ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ നടന്നു പോകുകയാണ്. വസല്ല അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറത്തൻ, ഒരു സ്വലാത്ത് അയാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലി. വജഅല സവാബഹാ ലനാ, നമുക്ക് ആ സ്വലാത്തിന്റെ പ്രതിഫലം ഹദിയ ചെയ്ത ബറക്കത്ത് കൊണ്ട് നമ്മളെ മുഴുവനും 70,000 ആൾക്കാരെയും ഒറ്റ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഒറിജിനൽ കോപ്പിയല്ല, ഫോട്ടോ സ്റ്റാറ്റ് കൊണ്ട്, സ്വലാത്ത് ചൊല്ലിയ ആൾക്കല്ല ഈ നേട്ടം, ചൊല്ലിയിട്ട് ഹദിയ ചെയ്തപ്പോ അത് കിട്ടിയ ആൾക്ക് ഇത്രയും ബർക്കത്തുണ്ടെങ്കിൽ മോമിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലൊന്ന് കാണണ്ടേ? തെറ്റുകാര് സ്വപ്നത്തിൽ കാണുമോ എന്ന ചോദ്യത്തിന് കാണുമെന്നല്ലേ നവവി ഇമാമിന്റെ ഫത്വ ഉള്ളതെങ്കിൽ നമുക്കൊന്ന് കാണണം. അതിനുള്ള വഴി സ്വലാത്താണ്. എത്ര പറഞ്ഞാലും തീർക്കാൻ പറ്റില്ല. അദ്ദുറുൽ മല്ലൂദ് ഒന്ന് വായിച്ചു നോക്കൂ, സഅദത്തുദ്ദാറൈൻ ഒന്ന് മറിച്ചു നോക്കൂ, മസാലിക്കുൽ ഹുനഫയൊന്ന് എടുത്തു നോക്കൂ. എത്ര ഗ്രന്ഥങ്ങളാണ് ഇമാമിങ്ങൾ എഴുതിയത്. നമുക്കതിനൊന്നും കഴിയില്ല, നമുക്ക് ഇൽമില്ല. ഇമാമിങ്ങൾ കിതാബും എടുത്തിട്ട് റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് പോകുമ്പോ, സ്വഹാബത്ത് ഖിദ്മത്തിന്റെ കഥ പറഞ്ഞു പോകുമ്പോ, തുഹ്ഫയെടുത്ത് ഇബ്നു ഹജർ തങ്ങൾ പോകുമ്പോ, നിഹായ എടുത്ത് റംലി ഇമാം പോകുമ്പോ, വസാലി ഇമാം ഇഹി എടുത്തു പോകുമ്പോ, എന്റെയും നിങ്ങളുടെയും കയ്യിലെന്ത് അമലാണുള്ളത്? അല്ലാ, നമ്മുടെ കയ്യിൽ ഒറ്റ അമലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ എത്ര തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ ഖൽബിൽ നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടമുണ്ട്. അല്ലാഹ് ഇഷ്ടം വെക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അവിടുത്തോടുള്ള മഹബത്ത് കൊണ്ട് നമ്മളെ നന്നാക്കണേ റഹ്മാനേ. റബിയുൽ അവ്വൽ വരുന്നു, നിന്റെ മഹദ് ഫളില് കൊണ്ട് നമ്മുടെ എല്ലാ കുറവുകളും നിന്റെ ഉഫ്റാനിന്റെ അഫുവിന്റെ നോട്ടം കൊണ്ട് അതൊക്കെ നോക്കാതെ കാണാതെ അതൊക്കെ പുറത്തുകൊണ്ട് ഈ റബിയുൽ അവ്വൽ വരുമ്പോൾ നിന്റെ പുന്നാര ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണിച്ചു തരണേ റഹ്മാനേ. വലിയ തെറ്റ് ചെയ്ത ഫിസ്ഖ് ചെയ്ത മനുഷ്യന്മാരായ നമ്മൾ അത്തഖിയായ ലോകത്തെ മുത്തഖിയെ കാണാനാ ചോദിക്കുന്നത്. പക്ഷേ റഹ്മാനായ റബ്ബല്ലേ, നീ കാണിച്ചു തരണേ അല്ലാഹ്.